ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന ക്യാരമൽ ദോശയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ദോശമാവ് വെച്ചിട്ട് ഉണ്ടാക്കാം, അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി മാവ് എടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ബാക്കി വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കാരമൽ ദോശ ഉണ്ടാക്കാം. ഇതപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാവിലെ നേരത്തെ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഇനി ഓയിൽ ചേർക്കുന്നില്ല, നേരെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ഒഴിച്ചിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ദോശ ചുടുമ്പോൾ നമുക്ക് നന്നായിട്ട് പരത്താൻ പറ്റത്തില്ല കേട്ടോ. ഇതുപോലെ റൗണ്ടാക്കി എടുക്കില്ലേ, അതുപോലെ റൗണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ. നമ്മൾ ദോശ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ അതൊരു കുഞ്ഞു ടിപ്പാണ്. അതേപോലെ തന്നെ ഓയിലിന് പകരം നെയ്യ് ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. മക്കൾക്കൊക്കെയാണ് കൊടുക്കണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മളുടെ ഈ ദോശക്കല്ല് മയപ്പെടുത്തുന്ന ഒരു രീതി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അതേ ദോശക്കല്ല് തന്നെയാണ് ഇത്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഒരു സാധനം ഇന്ന് വരെ അടിയിലും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതാ നമ്മുടെ ദോശ ഒരു റൗണ്ട് എല്ലാം നന്നായിട്ടും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. ഒരുപാട് ഓവറായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. കാരണം അതിൻ്റെ മുകൾ ഭാഗത്തൊരു ഒട്ടലുണ്ടാവില്ലേ, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് എടുക്കുന്നത്. ദോശ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പഞ്ചസാര അതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. ഇതൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ തരിപ്പഞ്ചസാരയാണ് കേട്ടോ, ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പോൾ അത് മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് പൊടി പോലത്തെ പഞ്ചസാര ആണെങ്കിൽ അത് പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുകയാണ്. എന്നുവെച്ചാൽ അത് ആ കല്ലിനകത്തിലോട്ട് അമരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്യാരമലായി വരും. അതിനു വേണ്ടി മാത്രമാണ് തിരിച്ചിടുന്നത്. മാത്രമല്ല 2 സൈഡിലും നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇടുക. അല്ലെങ്കിൽ ഒരുപാടായിക്കഴിഞ്ഞാൽ ഒട്ടിപ്പോവും കേട്ടോ. അതിനു വേണ്ടി നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്യാരമലായി അങ്ങനെ ഒരു കളർ വരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ചിടാം. അപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് അതിനകത്തിൽ. ഈ ദോശയ്ക്ക് നല്ല കളറുണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിൻ്റെ കറക്റ്റ് കളറൊന്നും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഓവറായിട്ട് അവിടെ വെച്ചിരുന്നാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാടങ്ങ് ഇതായി പോവും. അപ്പോൾ നേരെ മടക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ക്യാരമൽ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ പഞ്ചസാരയൊക്കെ മെൽറ്റായി കിടപ്പില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അതങ്ങ് കുത്തിയെടുത്ത് മാറ്റണം. എന്നുവെച്ചാൽ അത് അങ്ങനെ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ എടുക്കാനും പറ്റത്തില്ല. ഓൾറെഡി അത് മെൽറ്റായി അവിടെ കിടക്കുന്ന തരി പഞ്ചസാര നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മെൽറ്റാവുകയും ചെയ്യും. അപ്പോൾ കളറിൻ്റെ ഒരു ചേഞ്ചൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ അവിടെ കിടന്നോട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് അങ്ങോട്ടൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും അത് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തതിൽ നമ്മൾ ആദ്യം പഞ്ചസാരയല്ലേ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം നെയ്യാണ് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളുടെ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര വിതറി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര വിതറി കുറച്ച് നേരം നമ്മൾ നേരത്തെ വെയിറ്റ് ചെയ്തതുപോലെ വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ തേങ്ങാപ്പീരയാണ് കേട്ടോ. തേങ്ങാപ്പീരയിൽ നമ്മൾ ചെറിയ തേങ്ങാപ്പീര കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ പഞ്ചസാരയിലും നെയ്യിലും ഒക്കെ ആയിട്ട് അതൊന്ന് സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മളുടെ ആ ചട്ടുകം ഉണ്ടല്ലോ, ചട്ടുകം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നെയ്യും പഞ്ചസാരയൊക്കെ കൂടെ ചേർത്ത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, എടുക്കുക, നല്ല ചൂടോടെ കഴിക്കുക.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ളവരെല്ലാവരും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വലിയവർക്കും കഴിക്കാം, നെയ്യൊന്നും ചേർക്കാതെ കഴിച്ചാൽ മതി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.